Ray optics part 4. Rainbows. The first primary rainbow is due to two refractions and one internal reflection of sunlight at water drops of atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്സിൽ സൺലൈറ്റിന് രണ്ട് റിഫ്രാക്ഷനും ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ഉണ്ടാകുമ്പോഴാണ് പ്രൈമറി റെയിൻബോ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൈമറി റെയിൻബോയിൽ രണ്ട് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമാണ് ഉള്ളത്. ഫോർ പ്രൈമറി റെയിൻബോ റെഡ് ഈസ് ഓൺ ഔട്ടർ സൈഡ് ആൻഡ് വയലറ്റ് ഈസ് ഓൺ ഇന്നർ സൈഡ്. ഇപ്പോൾ പ്രൈമറി റെയിൻബോയിൽ റെഡ് ഔട്ടർ സൈഡിലും അതുപോലെ തന്നെ വയലറ്റ് ഇന്നർ സൈഡിലുമായിട്ടാണ് വരുന്നത്. Secondary rainbow is due to two refraction and two internal reflection of sunlight at water drops of atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്സിൽ സൺലൈറ്റിന് രണ്ട് റിഫ്രാക്ഷനും രണ്ട് ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് സെക്കൻഡറി റെയിൻബോ ഉണ്ടാകുന്നത്. പ്രൈമറി റെയിൻബോയിൽ രണ്ട് റിഫ്രാക്ഷനും ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമാണ്, എന്നാൽ സെക്കൻഡറി റെയിൻബോയിൽ രണ്ട് റിഫ്രാക്ഷനും രണ്ട് ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമാണ് ഉള്ളത്. For secondary rainbow, red is on inner side and violet is on outer side. അപ്പോൾ സെക്കൻഡറി റെയിൻബോയിൽ റെഡ് ഇന്നർ സൈഡിലും വയലറ്റ് ഔട്ടർ സൈഡിലും ആണ്. നമുക്ക് റെയിൻബോയുടെ ഇമേജസ് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രൈമറി റെയിൻബോ എ എന്ന് പറയുന്നത്, ഇവിടെ എ എന്ന് പറയുന്നത് പ്രൈമറി റെയിൻബോ ആണ്. പ്രൈമറി റെയിൻബോയിൽ രണ്ട് പോയിന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പോയിന്റിൽ റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട്. ഇവിടെ റെഡ് ഔട്ട് സൈഡിലാണ്, വയലറ്റ് ഏതാണ് വരുന്നത്, ഇന്നർ സൈഡിലാണ്. ഇനി സെക്കൻഡറി റെയിൻബോ നോക്കുക. സെക്കൻഡറി റെയിൻബോയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, രണ്ട് റിഫ്ലക്ഷൻസ് സംഭവിക്കുന്നു. ഇതിൽ വയലറ്റ് ഔട്ട് സൈഡിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് ഇതിലും വരുന്നുണ്ട്, ഇന്നർ സൈഡിലും വരുന്നുണ്ട്. ഇവിടെ അത് നമ്മൾ ഈ ഫിഗറിൽ കാണാം. പ്രൈമറി റെയിൻബോയിൽ റെഡ് ഔട്ടർ സൈഡിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് ഇന്നർ സൈഡിൽ. സെക്കൻഡറി റെയിൻബോ ആകുമ്പോൾ ഫിഗർ നമുക്ക് കാണാം, അതിലും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇനി ഡിഫക്റ്റ് ഓഫ് ഹ്യൂമൺ ഐ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓരോ ഡിഫക്റ്റിൻ്റെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഓർ നിയർ സൈറ്റഡ്നെസ് എന്താണെന്ന് നോക്കാം. The person can see nearby objects clearly but cannot see distant objects clearly. അപ്പോൾ അടുത്തുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. എ കോൺകേവ് ലെൻസ് ഓഫ് പ്രോപ്പർ ഫോക്കൽ ലെങ്ത് ഈസ് യൂസ്ഡ്. ഈ മയോപ്പിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺകേവ് ലെൻസ് ഓഫ് പ്രോപ്പർ ഫോക്കൽ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മയോപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആണ്. ഇമേജ് ഫോം ചെയ്യുന്നത് ഈ റെറ്റിനയുടെ ഈ ബാക്ക് സൈഡിനാണ് റെറ്റിന എന്ന് പറയുന്നത്, റെറ്റിനയുടെ മുൻവശത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു കോൺകേവ് ലെൻസ് ഓഫ് പ്രോപ്പർ ഫോക്കൽ ലെങ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് റെറ്റിനയിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഇമേജ് ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്താ നോക്കാം. എ പേഴ്സൺ ക്യാൻ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. അകലെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ബട്ട് കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. പക്ഷെ അടുത്തുള്ള ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ നോക്കുക, രണ്ടാമത്തെ ഫിഗറിൽ ഒബ്ജക്റ്റ് ഇതാ നമ്മളിവിടെ വെക്കുന്നു. നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത് റെറ്റിനയുടെ അപ്പുറത്തായിട്ടാണ് ഇമേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പ്രോപ്പർ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഇനി അസ്റ്റിഗ്മാറ്റിസം എന്താണ് അസ്റ്റിഗ്മാറ്റിസം നോക്കാം. ദ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻസ് മേ നോട്ട് ഷാർപ്പ് ഡ്യൂ ടു നോൺ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് കോർണിയ. കോർണിയയുടെ നോൺ സ്പെറിക്കൽ ഷേപ്പ് കാരണം ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് അല്ലെങ്കിൽ രണ്ടും തന്നെ നമുക്ക് എന്തായിട്ട് കാണില്ല, ഷാർപ്പായിട്ട് കാണാൻ സാധിക്കില്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് ഫിഗറിൽ നമുക്ക് കാണാം, അവിടെ ഒരു മെഷാണ്, ഇതിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. ഇവിടെ റെറ്റിനയിൽ നമുക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ നമ്മൾ ഏത് ലെൻസ് യൂസ് ചെയ്യുന്നു, സിലിണ്ടറിക്കൽ ലെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമേജ് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഹ്യൂമൻ ഐസിൻ്റെ 3 ഡിഫക്റ്റുകൾ. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്.
അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജുകളാണ് ഡിഫറെൻറ്റ് പൊസിഷനിൽ. നമുക്ക് നോക്കാം. ഫിഗർ 1 അല്ലെങ്കിൽ ഫിഗർ എയിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് കറക്റ്റ് എഫിലാണ്, ഫോക്കസിലാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നോക്കുക, രണ്ടാമത്തെ ഫിഗറിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2Fനും അപ്പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് ഇപ്പുറത്ത് ലഭിക്കുന്നത് Fനും 2Fനും ഇടയിലായിട്ടാണ് നമുക്ക് ഇമേജ് ലഭിക്കുന്നത്. ഇനി തേർഡ് കേസിൽ നമ്മൾ കറക്റ്റ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചിരിക്കുന്നത് 2Fലാണ്. അപ്പോൾ നമുക്ക് ഇമേജ് ഇവിടെ ലഭിക്കുന്നത് എവിടെയാണ്? ഇപ്പുറത്തെ സൈഡിൽ 2Fൽ തന്നെയാണ്. ഇനി നാലാമത്തെ കേസിൽ നോക്കുക, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് Fനും 2Fനും ഇടയിലായിട്ടാണ്. ഈ ഇടയിലായിട്ട് നമ്മൾ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇമേജ് ലഭിക്കുന്നത് 2Fന് അപ്പുറത്തായിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഇമേജ് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒബ്ജക്റ്റ് വയ്ക്കുന്നത് Fലാണ്. അപ്പോൾ ഇമേജ് നമുക്ക് ഇൻഫിനിറ്റിയിലാണ് ലഭിക്കുന്നത്. അതായത് ആദ്യത്തെ കേസിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ Fനും ഇപ്പുറത്തായിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അതേ സൈഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇമേജ് കിട്ടുന്നുണ്ട്. ഒരു വെർച്വൽ ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഫസ്റ്റിൽ വരുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒബ്ജക്റ്റ് ഇതായി വരുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ലെൻസിൽ നിന്ന് U ഡിസ്റ്റൻസ് അകലെയാണ്. നമുക്ക് ഇമേജ് ലഭിക്കുന്നത് ഇവിടെ അതേ സൈഡിൽ തന്നെയാണ്, വെർച്വൽ ഇമേജ് ആണ് വരുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് D ആണ്. അത് V എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഡിസ്റ്റൻസിനെ നമ്മളിവിടെ D ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ I ഫോക്കസ്ഡ് ഓൺ നിയർ പോയിന്റ്, അടുത്തുള്ള ഫോക്കസ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ പാരലലായിട്ട് വരുന്നു. ഇതാ ലെൻസിലൂടെ Fലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു റേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കറക്റ്റ് അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. ഈ രണ്ട് റേയും നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജ് ലഭിക്കുന്നുണ്ട്. ഇനി യൂസ്ഡ് ടു മാഗ്നിഫൈ സ്മോൾ ഒബ്ജക്ട്സ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്. ഒരു സ്മോൾ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല M = 1 + D/F. D എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ്, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. അത് സാധാരണയായിട്ട് ഡിയുടെ വാല്യൂ വരുന്നത് 25 സെന്റിമീറ്റർ ആണ്. അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗറാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഫിഗറിൽ 2 കോൺവെക്സ് ലെൻസുകൾ നമുക്ക് കാണാം. നമുക്ക് നോക്കാം. കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസസ്, 1 ഒബ്ജക്റ്റീവ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്. ഒന്ന് ഒബ്ജക്റ്റീവ് ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. നമുക്ക് ഇവിടെ ഒബ്ജക്റ്റീവ് കാണാം. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അതുപോലെ തന്നെ അതിന്റെ അപ്പർച്ചർ എന്താ വരുന്നത്? അതിന്റെ ഷോർട്ടർ അപ്പർച്ചറാണ് വരുന്നത്. അതിന്റെ സൈസ് ചെറുതാണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് ചെറുതാണ്, അതുപോലെ തന്നെ അപ്പർച്ചർ സൈസും ചെറുതാണ്. പിന്നെ ഒന്നുള്ളത് ഏതാണ് വരുന്നത്? ഐ പീസ് ആണ്. ഐ പീസിന് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഫോക്കൽ ലെങ്ത് ആണ്, ലാർജ് അപ്പർച്ചർ ആണ്. അപ്പൊ ഇതാണ് ഐ പീസ് വരുന്നത്. അതിന്റെ ഫോക്കൽ ലെങ്ത് മോഡറേറ്റർ ആണ്, അതുപോലെ തന്നെ എന്താണ് ലാർജർ സൈസും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആയിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇമേജ് ആണ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ലെൻസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ഇമേജ് ലഭിക്കുന്നത് A', അതുപോലെ തന്നെ V'' എന്ന സ്ഥലത്താണ്. ഇനി ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുലയാണ് M = L/FO × D/FE. ഇതിൽ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്യൂബ് ആണ്, FO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ആണ്, FE എന്ന് പറയുന്നത് ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്, D എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ്. ഇതിനെ നമ്മൾ പറഞ്ഞു മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാൾ ലെസ് ആണെന്നുള്ളത്. അതിനെ നമുക്കൊരു ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, മോൾ എന്നുള്ളത്. അതിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഫോർ മൈക്രോസ്കോപ്പ് ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈസ് ലെസ് ദാൻ ഐ പീസ്. അതിൽ ആ നീല ലെറ്ററുകൾ എമ്മും ഒയും എല്ലും ഇ ഇട്ട് കഴിഞ്ഞാൽ മോൾ നേടി കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിന്റെ ആർക്കാണ് ഫോക്കൽ ലെങ്ത് കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പിൽ യൂസ്ഡ് ഫോർ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്. അകലെയുള്ള വസ്തുക്കളുടെ
മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജർ അപ്പർച്ചർ. ഇത് ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന് ലാർജ് ഫോക്കൽ ലെങ്ത് ആണ് ഒബ്ജക്റ്റീവ് ലെൻസിന്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പർച്ചർ സൈസും എന്താണ് ലാർജ് ആണ്. ആൻഡ് ഐ ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്, അതുപോലെ തന്നെ ഐ പീസിന് വരുന്നത് എന്ത് ചെയ്യാണ്, ഫോക്കൽ ലെങ്ത് സ്മോൾ ആണ്, അതുപോലെ തന്നെ സ്മോൾ അപ്പർച്ചറാണ്. നമ്മളെ മൈക്രോസ്കോപ്പിന്റെ നേരെ തിരിച്ചാണ് ഇത് വരുന്നത്. ഇനി അതിന്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എത്രയേ ഉള്ളൂ, എം ഇസ് ഈക്വൽ ടു എഫ് ഒ ബൈ എഫ് ഇ. എഫ് ഒ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്, എഫ് ഇ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. ഇനി ഇതിൽ ആർക്കാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ കുറവ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മോള് യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടെലോ. ഫോർ ടെലസ്കോപ്പ് ഐ പീസ് ഫോക്കൽ ലെങ്ത് ഈസ് ലെസ് ദാൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ TELO നോക്കിയിട്ട് നമുക്കത് ഷോർട്ടായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മളുടെ റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിന്റെ ഫിഗർ ആണ് വരുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെൻസ് നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസ് നിങ്ങൾക്ക് കാണാം. ഇതൊരു ഒബ്ജക്റ്റീവ് ആണ്, അതായത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്തും കൂടുതലാണ്, അപ്പർച്ചർ സൈസും വലുതാണ്. ഇത് ഐ പീസ് ആണ് വരുന്നത്. ഐ പീസിന് സ്മോൾ സൈസ് ആണ്, അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് കുറവാണ് വരുന്നത്. ഇനി റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ് ആണ് ഫിഗർ നമ്മൾ കാണുന്നു. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെ പാരലലായിട്ട് വരുന്നു, ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്തിട്ട് ഇത് അവിടെ വന്നു തിരിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ ഐ പീസിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അതേ പാരലൽ റേസ് വരുന്നുണ്ട്, ഇവിടെ തട്ടി എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ട് ചെയ്ത് വരുന്ന നേരെ തിരിച്ച് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്.